നമസ്കാരം പ്രിയരെ. മെയ് 4 പുലരാനിനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ. ആ പാട്ട് ഓർത്തു പോവാണ്. ഈ ഒരു രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ സാരഥ്യം, ഭരണസാരഥ്യം ആർക്കാണ്? അപ്പൊ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും. എന്റെ ഒരു കോമൺ സെൻസ് വെച്ച്, അപ്പൊ എന്റെ ഇടയിൽ ചിലരൊക്കെ നിനക്ക് സെൻസ് ഉണ്ടോ, സെൻസിറ്റിവിറ്റി ഉണ്ടോ, സെൻസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് വേറൊന്നുമില്ല, നമ്മൾ സാധാരണ ഒരു മനുഷ്യന്റെ കോമൺ സെൻസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഈ ഭയങ്കര ഇവിടെ സർവേ നടക്കുന്നു മാധ്യമങ്ങളുടെ, എക്സിറ്റ് പോള്, മറ്റത് മറിച്ചത് ഇന്ന് വേണ്ട എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ എന്തെങ്കിലും ആധികാരികതയുണ്ടോ? സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് കുറച്ചു പേരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ചില വിവരങ്ങൾ വെച്ചുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞത്. അല്ലാണ്ട് ഒരു നിയോജക മണ്ഡലത്തിലെ എല്ലാ വ്യക്തികളെയും ഇത് ചെയ്തിട്ട് വരുന്ന സാധനമൊന്നും അല്ലത്. കുറച്ചു പേരുടെ വെച്ചിട്ട് അവരുണ്ടാക്കുന്ന ഒരു സംഭവം, പിന്നെ അവരുടെ കുറെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നാളെ ആര് ജയിക്കും? ഞാൻ എന്റെ ഒരു ഇത് വെച്ച് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് 85 സീറ്റ് UDF, 50 സീറ്റ് LDF, ഒരു 5 സീറ്റ് മാക്സിമം BJPക്ക്, BJP സ്ഥാനാർത്ഥികൾക്കാണ്. അതായത് ബാക്കിയുള്ള അവരുടെ കൂടെയുള്ളവരല്ല ഞാൻ പറയുന്നത്. 2020 ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം 2020 എന്ന് പറയുന്നത് നാളെ ഇനി BJPക്ക് ഒരു ബാധ്യതയാവാൻ പോകുന്ന പാർട്ടി. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല BJPക്ക് ഇതൊരു സഹായകരമാണ്. ഈ 2020 നല്ല രീതിയിലൊക്കെ വന്നൊരു പാർട്ടി ഇപ്പൊ ഒരു കോമഡി ഷോ ആണ് ഇപ്പൊ ഈ ഇലക്ഷന് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് പല സ്ഥാനാർത്ഥികളെയൊക്കെ ഇവർക്ക് ഇങ്ങനെ നിർണയിക്കുന്നതിലൊക്കെ ഭയങ്കര ഒരു ദയനീയ പരാജയം തന്നെയാണ് ഈ 2020. എസ്പെഷ്യലി ഞാൻ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞൊരു മണ്ഡലത്തില്, തൃപ്പൂണിത്തുറ നമ്മുടെ തൊട്ടടുത്ത മണ്ഡലമാണ്. അപ്പൊ നമുക്കറിയാം ഈ വാർഡ് ഇലക്ഷനൊക്കെ ഒരുപാട് തൃപ്പൂണിത്തുറയിൽ BJPക്ക് സാധ്യതയുള്ള ഒരു നല്ല രീതിയിൽ ഉയർന്നു വന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ കൊണ്ട് 2020ക്ക് അടിയറവ് വെച്ച് BJP നേതൃത്വം എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നറിയില്ല. അവിടെ BJPയുടെ ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ താമര ചിഹ്നത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ തൃപ്പൂണിത്തുറ നിഷ്പ്രയാസം കയ്യിൽ വന്നേനെ. പക്ഷെ അവരത് ചെയ്തില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല അതിന്റെ പുറകിലുള്ള ഇത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. BJP ഇപ്പോഴും വിഷയമല്ല. BJP ഈ ഇലക്ഷനെ സംബന്ധിച്ചിട്ട് LDFന്റെ UDFന്റെ മുമ്പിൽ ഒരു ചെറിയ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കണമെന്നുള്ളൂ. 150 മണ്ഡലങ്ങളിൽ ഒരു 5 സീറ്റ് കഷ്ടി എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ ഏറ്റവും താഴ്ന്ന മറ്റേ എഴുത്തിനിരുത്തുന്ന കുട്ടിയുടെ ഒരവസ്ഥയാണ്. നമുക്ക് നോക്കേണ്ടത് UDF, LDF. കേരളത്തില് 2 ശക്തി ദുർഗങ്ങളായിട്ട് നിൽക്കുന്ന പാർട്ടികളാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഈ 2 പാർട്ടികളും കേരളത്തിൽ വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അത്രയും നമ്മുടെ കേരളത്തെ സംരക്ഷിക്കുന്ന 2 പാർട്ടികളാണ്. അപ്പൊ അത് നമുക്ക് ഏറ്റവും ആഗ്രഹമുണ്ട്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാല്, കാലാകാലങ്ങളായിട്ട് നമുക്കറിയാം കേരളത്തിലെ ഇലക്ഷൻ നടക്കുമ്പോൾ UDF കഴിഞ്ഞാൽ LDF കഴിഞ്ഞാൽ UDF, അങ്ങനെയാണ് പോകുന്നത്. 5 വർഷം ഇവർക്ക് കൊടുക്കുന്നു, 5 വർഷം അടുത്ത ആൾക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു പോകുന്ന ജനങ്ങളാണ്. ആരാണ് ഈ വോട്ട് ചെയ്യുന്നത്? പാർട്ടി പ്രവർത്തകരല്ല. വോട്ട് ചെയ്യുന്നത് നിഷ്പക്ഷ വോട്ടേഴ്സാണ്, ന്യൂട്രൽ വോട്ടേഴ്സ്, നിഷ്പക്ഷ സമ്മതിദായകർ. അവരാരോടും ഒന്നും പറയില്ല. അവരിനി ഏത് സർവേക്കാർ വന്നാലും അവരുടെ ഉള്ളിലുള്ളത് അവർ തുറന്നു പറയില്ല. കുറെ ആളുകൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വായിട്ടലച്ച് ഓരോന്ന് പറയും അവരുടെ കാര്യങ്ങൾ. പക്ഷെ അതല്ല, ഈ ന്യൂട്രൽ വോട്ടേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ വിധി നിർണ്ണയിക്കുന്നവർ. അവർ സൈലന്റ് കില്ലേഴ്സാണ്. അപ്പോ ഇതിന്റെ അകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടി. ആ തുടർഭരണം കിട്ടിയത് എന്തുകൊണ്ട്? നമുക്ക് ഇത് ചിന്തിക്കാനായിട്ട് അരിയാഹാരം കഴിക്കുന്ന, അല്പസ്വല്പം രാഷ്ട്രീയത്തെക്കുറിച്ച്, കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന ഒരു ഞാൻ ഉപയോഗിക്കുന്ന കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി MA പൊളിറ്റിക്സോ അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയത്തിന്റെ ഭയങ്കര അരച്ചുകളിക്ക് കുടിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. എന്തുകൊണ്ട് അവർക്ക് തുടർഭരണം കിട്ടി? കേരളം കണ്ട ഏറ്റവും നല്ല ടോപ്പ് A ക്ലാസ് മന്ത്രിസഭയായിരുന്നു ഫസ്റ്റ് പിണറായി സർക്കാർ. ഒരു തർക്കവുമില്ല. അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചേ പറ്റൂ. കേരളം കണ്ട ഏറ്റവും ടോപ്പായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ഓരോ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാര് A ക്ലാസ് ആയിരുന്നു.
ഇത് ഞാനിപ്പോൾ പറയുന്നതല്ല, ഞാൻ പറയുന്നത് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ എടുക്കണ്ട. ജനവികാരം മനസ്സിലാക്കിയാൽ മതി. അതായത് അവര് അധികാരത്തിൽ വന്നു, അവര് ഭരണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കേരളം കണ്ട ഏറ്റവും പാനിക് സിറ്റുവേഷൻ. ഏറ്റവും കേരളത്തിൽ ചിന്തിക്കാത്ത പല പല കാര്യങ്ങൾ നടന്ന 5 വർഷമായിരുന്നു. നിപ്പ, പ്രളയം, കോവിഡ്. ഈ വലിയ സങ്കീർണമായ ഇത്രയും വലിയ പ്രശ്നങ്ങളെ കൃത്യതയോടെ കൈകാര്യം ചെയ്ത് എല്ലാ വകുപ്പുകളും അതിന്റെ എല്ലാ കാര്യങ്ങളിലും ഗംഭീരമായിട്ട് തന്നെയാണ് നിലകൊണ്ടത്. ജനങ്ങൾക്ക് ഒരു ടെൻഷന്റെ ആവശ്യമില്ലായിരുന്നു. ജനങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം അവർ നൽകി. അത് നന്ദിയോടെ തന്നെ സ്മരിക്കേണ്ട കാര്യമാണ്. കാരണം ആരും നല്ലത് ചെയ്താലും, ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇതുള്ള ആളൊന്നുമല്ല, പക്ഷെ അവർ ചെയ്ത കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് നമ്മൾ അംഗീകരിക്കണം. അതാണ് നമ്മുടെ മനുഷ്യത്വം എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്, ഇല്ലേ? അത് ഏറ്റവും നന്നായിട്ട് അവർ കൈകാര്യം ചെയ്തു. ഏറ്റവും നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് തകർന്ന് പകച്ചു പോകേണ്ട അവസരങ്ങളിൽ തളരാതെ ഈ ഒരു പറയുന്ന മന്ത്രിസഭ, അതിലുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് തന്ന ഒരു ചേർത്ത് പിടിക്കലുണ്ട്. ആ ചേർത്ത് പിടിക്കലിൽ ഈ പറഞ്ഞ നിഷ്പക്ഷ വോട്ടേഴ്സ്, അവരെ സംബന്ധിച്ചിട്ട് അവർക്കത് മതി. അവർ ഹാപ്പിയായിരുന്നു. അവർക്ക് നന്ദിയുണ്ട്. ആ നന്ദിയാണ് അവർ റിഫ്ലക്ട് ചെയ്തത്. അവര് അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ നിങ്ങൾ മതി, ഈ മന്ത്രിസഭ മതി ഞങ്ങൾക്ക്. അവർക്ക് UDF, LDF, BJP എന്നൊന്നുമില്ല. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാരും അവരെ. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭ മതി എന്ന് പറഞ്ഞ് രണ്ടാമത് ഈ പിണറായി സർക്കാരിനെ ഭരണത്തിലെത്തിയത്. അവിടെ കോൺഗ്രസിന്റെ മികവില്ലായ്മയോ UDFന്റെ കഴിവില്ലായ്മയോ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ കഴിവില്ലായ്മയോ ഒന്നും അല്ല. LDFന് ജനങ്ങളുടെ മനസ്സിൽ ചെലുത്താൻ കഴിഞ്ഞ സ്വാധീനം നിസ്സാരമല്ല. ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് അവർ ഓവർകം ചെയ്തത്. അത് നമുക്ക് അല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു ഡിസ്റ്റിങ്ഷൻ മാർക്കാണ് അവർക്ക് ജനങ്ങൾ കൊടുത്തത്. അതിന്റെ അടയാളമാണ് അന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന എല്ലാ മന്ത്രിമാർക്കും അവർ വൻ ഭൂരിപക്ഷമാണ് കൊടുത്തത്. അവരാദ്യം നിന്ന ഇലക്ഷനിൽ നിന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തത് നിങ്ങൾ വരണം ഞങ്ങൾക്ക്. അന്ന് ആകെ നമ്മുടെ മേഴ്സിക്കുട്ടിയമ്മ മാത്രമേ പരാജയപ്പെട്ടുള്ളൂ അടുത്ത ഇലക്ഷൻ. അവർ പിന്നെ ഇതിന്റെ അകത്തൊരു ഘടകമായിട്ട് നിന്ന ഒരാളല്ല, പക്ഷെ അവർ മാത്രമേ ഉള്ളൂ പരാജയപ്പെട്ടത്. ബാക്കി എല്ലാവരും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് മുന്നേറി വന്നു എന്നുള്ളത് ജനങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. അത് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സത്യമായ കാര്യമല്ലേ. എസ്പെഷ്യലി KK ശൈലജ ടീച്ചർ, ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്ത ടീച്ചർക്ക് കിട്ടിയത് കേരളം കണ്ട ചരിത്ര ഭൂരിപക്ഷം. അപ്പൊ രണ്ടാമത് ഇവർ വരണം എന്ന് ആഗ്രഹിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത, അല്ലാണ്ട് കോൺഗ്രസിന്റെ പരാജയം അല്ലെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പരാജയമല്ല. അത് വന്നതിന് ശേഷം പക്ഷെ നമ്മുടെ മുഖ്യൻ പ്രിയപ്പെട്ട പിണറായി വിജയൻ സാറ് അദ്ദേഹം ചിന്തിച്ചു, വേണ്ട, ഇനിയിപ്പോൾ അടുത്തത് പുതിയ മന്ത്രിമാര് മതി. അതെന്ത് ചേതോ വികാരമാണെന്ന് എനിക്കറിയില്ല. ഇതിനിടയ്ക്ക് ഞാൻ ഓർത്തു പോവാണ്, അദ്ദേഹം ഒരിക്കൽ ഒരു വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയങ്കരനായ സഖാവ് VS അച്യുതാനന്ദൻ സാറിനെ ഒന്ന് ഇരുത്തിയ ഒരു ഡയലോഗുണ്ട്, ഒരു കഥ. അതായത് അദ്ദേഹം ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഇവർ തമ്മിലൊരു ശീതസമരം. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു കുട്ടി കടല് കണ്ടപ്പോ ആർത്തിരമ്പുന്ന തിരമാലകൾ, നുരഞ്ഞു പറയുന്ന തിരമാലകൾ കണ്ടപ്പോ ആ കുട്ടി അതിൽ ആവേശം കൊണ്ടിങ്ങനെ ഒരു വല്ലാത്ത അത്ഭുതത്തിൽ ഇങ്ങനെ നിന്നിട്ട് അവനൊരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ആ വെള്ളമെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നിശ്ചലമായി നിൽക്കുന്ന വെള്ളം. അവൻ വളരെ ദുഃഖിതനായി. കാരണം ഞാൻ കണ്ട കടലിലെ ആർത്തിരമ്പി വരുന്ന തിരകളാണ് അവൻ ബക്കറ്റിലാക്കി കൊണ്ടുപോയത്. പക്ഷെ ആ തിരകൾ നിശ്ചലമായി കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ സങ്കടത്തോടെ ആ തിരയെ നോക്കി, അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തെ നോക്കി ഇങ്ങനെ നിന്നപ്പോൾ ആ വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ കടലിൽ കിടക്കുമ്പോഴാണ് ശക്തനാവുന്നത്, ഞാൻ ഒറ്റയ്ക്ക് അശക്തനാണ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങൾ പാർട്ടിയിൽ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ശക്തി, നിങ്ങൾക്കല്ലാതെ നിങ്ങൾക്കൊരു ശക്തിയില്ല എന്നുള്ളത് അതിന്റെ അടിയിൽക്കടെ ഇങ്ങനെ പരോക്ഷമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് ഇരുത്തിയ ഒരു ഡയലോഗും ഒരു കഥയുമായിരുന്നു. ഈ കഥയാണ് എനിക്ക് പിണറായി വിജയൻ സാറിനോടും പറയാനുള്ളത്. സർ, താങ്കൾ ഒറ്റയ്ക്ക് താങ്കൾക്ക് തുഴയാൻ കഴിയില്ല. താങ്കൾ വിചാരിച്ചത് താങ്കളാണ് ഇതിന്റെ ശക്തി, പക്ഷെ അങ്ങനെയല്ല. ആ മന്ത്രിസഭയായിരുന്നു എന്റെ ശക്തി. രണ്ടാമത് മന്ത്രിസഭ കൊണ്ടുവന്നപ്പോൾ അതിൽ താങ്കൾക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു പുതിയ നിയമം കൊണ്ടുവന്ന് പഴയ മന്ത്രിമാര് വേണ്ടെന്ന് വെച്ചപ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് താങ്കളുടെ ശക്തിയാണ്.
ആ ബക്കറ്റിലെ വെള്ളം പോലെയായി താങ്കൾ. അതാണ് സത്യം. അത് താങ്കൾക്ക് വ്യക്തമായിട്ടറിയാം. കാരണം ആദ്യ മന്ത്രിസഭയുടെ 7 അയൽവക്കത്ത് വാലിൽ കെട്ടാൻ പോലും യോഗ്യതയില്ലാത്ത രണ്ടാമത്തെ മന്ത്രിസഭയായിരുന്നു പിണറായി സർക്കാരിന്റെ 2ാം മന്ത്രിസഭ. നിങ്ങളിപ്പോ നോക്കിക്കോ, ഈ ഇലക്ഷന് എത്ര മന്ത്രിമാർ 8 നിലയിൽ പൊട്ടുവന്നു. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ ന്യൂട്രൽ വോട്ടേഴ്സ് എന്ന സൈലന്റ് കില്ലേഴ്സ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന്. ഒരുപാട് മന്ത്രിമാർ തോക്കുന്ന, ഭൂരിപക്ഷം കുറെ മന്ത്രിമാർ തോക്കുന്ന ചരിത്രം തന്നെ ഈ 2ാം മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ തോൽവിയിലൂടെ വീണ്ടും. പിണറായി സർക്കാരിന്റെ ഫസ്റ്റ് മന്ത്രിസഭ ഏറ്റവും ടോപ്പായിരുന്നെങ്കിൽ 2ാം മന്ത്രിസഭ ഏറ്റവും താഴേക്ക് പോയി. അവിടെ അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ മന്ത്രിസഭ തനിക്ക് പരാജയമായിരുന്നു. ഇനി ഇതിലൊന്നും പറയാനില്ല. അദ്ദേഹം എന്തുകൊണ്ട് നിശബ്ദനായിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പറയില്ലേ, മെയ് 4 വരട്ടെ നമുക്കപ്പോൾ കാണാം എന്നൊക്കെ? അതുപോലും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും നമ്മൾ കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നമ്മൾ കേൾക്കുന്നില്ല. ഇതൊക്കെ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. LDF തോൽക്കും, LDF തോൽക്കും എന്നുള്ളത് അറിയാവുന്ന, വളരെ കൃത്യമായി അറിയാവുന്ന ഏക കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക LDFന് തുടർഭരണം കിട്ടും. പക്ഷെ അദ്ദേഹത്തിനും അറിയാം ഇല്ല. ഇതാണ് മനസ്സിലാക്കേണ്ട ഒരു പാഠം. മനസ്സിലായില്ലേ? അതാണ് അദ്ദേഹത്തിന് ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. വേണ്ടാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം വായിട്ടലക്കാറില്ല. അതുമാത്രമല്ല, ഈ പാർട്ടിയിൽ പല പ്രമുഖരും അതെനിക്കുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും. ആരും പറയുന്നില്ല. എന്താ പറയാത്തത്? അറിയാം. പക്ഷെ ഇത്തവണ അവർ പ്രതിപക്ഷത്തിരിക്കണം. ഇത്തവണ UDF വരുന്നത് എന്തുകൊണ്ടാണ്? UDFന്റെ മികവ് കൊണ്ടൊന്നുമില്ല. ഞാൻ 85 സീറ്റ് എന്ന് പറഞ്ഞാൽ 100 മേനി കൊയ്യേണ്ടതാണ് UDF. അതായത് 100 സീറ്റ് വരെ അവർക്ക് നിഷ്പ്രയാസം കിട്ടേണ്ട ഈ ഒരു സന്ദർഭത്തിൽ 85 സീറ്റ് അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ പരാജയമാണ്. കാരണം ഞണ്ടുകളാണ് കോൺഗ്രസ്. ഒരാൾ മുകളിലേക്ക് പോകുമ്പോൾ 4 പേര് വലിച്ച് താഴേക്കിടും. യാദവ കുലം മാതിരി വെട്ടി ഇങ്ങനെ നശിച്ചു പോവുക, മാറാണ് കല്ല് പിടിച്ച്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊരു സംശയമുണ്ട് ഈ പറഞ്ഞ ന്യൂട്രൽ വോട്ടേഴ്സിന്. ഇവരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തല്ലുപിടുത്തം തീർക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫ്ലക്സ് യുദ്ധം, പള്ളിയിൽ കുർബാന, തുലാഭാരം, ഓഡിങ്സ്, അതുപോലെ മറ്റേ സോഷ്യൽ മീഡിയ, ഡോക്യുമെന്ററി, എന്തൊക്കെയാണ് ഇവിടെ. മുഖ്യമന്ത്രി എന്നും പറഞ്ഞുകൊണ്ട് മരിക്കല്ലേ കിടന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ കേരളത്തിൽ നിഷ്പ്രഭമായി പോകും. UDF ഉണ്ടാവും. UDFന്റെ മെയിൻ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗ് ആയിരിക്കും. അവരായിരിക്കും ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. കോൺഗ്രസ് വെറും ഒരു ഘടകകക്ഷിയാവും. എന്തുകൊണ്ട്? കേരള കോൺഗ്രസ് ഒക്കെ പോലെ ഒരു ഘടകകക്ഷിയായിട്ട് 2-3 മന്ത്രിമാരൊക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരും ഇങ്ങനെ പോയാൽ. കാരണം സ്വയം നശിപ്പിക്കുക, സ്വന്തം നേതാക്കന്മാരെ പരസ്യമായിട്ട് താറടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ് അനുഭാവിയായിട്ട് നിന്നൊരാളാണ്. എനിക്കിപ്പോൾ സത്യത്തിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സഖാവാൻ ഞാൻ അംഗത്വമൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് ഈ പാർട്ടിയുടെ ഒരു ഡിസിപ്ലിനും ഈ പാർട്ടിയുടെ ഒരു അച്ചടക്കവും ഈ പാർട്ടിയുടെ ഒരു പദവികളോടുള്ള ആർത്തിയില്ലായ്മയൊക്കെ കാണുമ്പോൾ എനിക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അത് എനിക്കതെന്റെ ഇഷ്ടമല്ലേ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന പോലെ എനിക്കിഷ്ടമാണ്. ഞാൻ ആ രീതിയിലേക്ക് ചിന്തിക്കുകയാണ്. ഇനിയിപ്പോ UDF ഭരണത്തിൽ വന്നു, UDFന്റെ ഒപ്പം ഒട്ടിയെന്നാലേ കാര്യങ്ങൾ നടക്കും, അങ്ങനെ എനിക്കില്ല. എനിക്ക് അങ്ങനെ ആരുടെ ഒട്ടിയേക്കാനൊന്നും ആഗ്രഹമില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ പോവായാൽ, കോൺഗ്രസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ കോൺഗ്രസ്സുകാർ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. അതുകൊണ്ടാണ് എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്കിഷ്ടം. ഇവിടെ ആരും അവർക്കൊരു സീറ്റ് കൊടുത്തില്ല എന്നും പറഞ്ഞ് ആരും അസ്വസ്ഥരാകുന്നില്ല. അവർ പരസ്യ പ്രസ്താവന നടത്തുന്നില്ല. അവരാരും തേജോവധം ചെയ്യുന്നില്ല. എന്തൊരു ഡിസിപ്ലിനായിട്ട് അവർ പോകുന്നത്. അതല്ലേ അന്തസ്. കേരളത്തില് ഞാൻ പറയുന്നു, ഈ ഇന്ത്യ മുഴുവൻ BJP വന്നാലും കേരളത്തിലെ LDF എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം നിലകൊള്ളണം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലകൊള്ളണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മുടെ കേരളത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ UDF ആവശ്യമാണ്. ഈ 2 ശക്തി ദുർഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവലാളാണ്. ഇന്ത്യ മുഴുവൻ BJP വന്നാലും BJP ഇനി മാറണം. BJPയുടെ ആറ്റിറ്റ്യൂഡൊക്കെ കേരളത്തിൽ മാറണം. അത് നോർത്ത് ഇന്ത്യയിലെ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ കൃത്യമായിട്ട് എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ BJPക്ക്
വളർച്ചയുടെ പടവുകൾ താണ്ടാൻ കഴിയും. അല്ല, ആ വിശ്വാസത അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. അത് BJP ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. BJP ചുമ്മാ തമാശ കളിച്ച് നടക്കേണ്ട സമയമല്ല. അവർക്കത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നമുക്കൊന്നും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഇവിടെ UDF LDF ശക്തി കോട്ടകളായിട്ട് ഇങ്ങനെ നിൽക്കണം, മലയാളികളെ സംരക്ഷിക്കാൻ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ, എനിക്ക് 2 ടീമും വേണം. പക്ഷെ UDFന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. UDF ഇങ്ങനെ പോയാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നശിച്ച് നാമാവശേഷമാവും. കാരണം പരസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഈ ഒരു വലിയ നേതാവിനെയൊക്കെ എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഈ നമ്മുടെ ശ്രീ VD സതീശന്റെ അനുയായികൾ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് മര്യാദയില്ലെന്ന്, ഇവർക്ക് നാഥനില്ല കളരി, ആരും ചോദിക്കാനും പറയാനുമില്ല, അച്ചടക്ക നടപടി ഒന്നുമില്ല. ഇവർക്ക് എന്തും ആരെയും പറയാം, ഇവരുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തും ആളുകളെയും പറയാം. അവർ നേതാക്കന്മാർ അതിനെ തടയിടുന്നില്ല. അപ്പൊ നാഥനില്ല കളരിയാണ് കോൺഗ്രസ്. ബാക്കിയുള്ള ഈ UDFിലുള്ള ഘടകകക്ഷികളൊക്കെ എത്ര കൃത്യതയോടെയാണ് അവരുടെ കാര്യങ്ങൾ കൊണ്ടുപോകണേ. അപ്പൊ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് UDF ജയിച്ചു കഴിഞ്ഞാൽ അടുത്തത് UDFന്റെ മുഖ്യമന്ത്രി. എനിക്ക് ഒരു അഭിപ്രായമുള്ളത് ശ്രീ രമേശ് ചെന്നിത്തല വരിക എന്നുള്ളതാണ്. ഒരു പാർട്ടിയുടെ ഒരു കൃത്യതയാർന്ന മാന്യത. കാരണം അദ്ദേഹം ഇത്രയും സീനിയർ ആയിട്ടുള്ള 80കൾ മുതൽ അദ്ദേഹം ഉണ്ട് ഈ പാർട്ടിയിൽ. അതായത് ഇന്ദിരാജി മുതൽ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം 2 പ്രാവശ്യം മന്ത്രിയായിട്ടുണ്ട്, KPCC പ്രസിഡന്റായിട്ട് ഒരു 10 പതിറ്റാണ്ടിനടുത്ത് അദ്ദേഹം പദവിയിലിരുന്നിട്ടുണ്ട്, MP ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആ വ്യക്തി ഉമ്മൻചാണ്ടി സാർ കഴിഞ്ഞാൽ അടുത്തത് തീർച്ചയായിട്ടും ശ്രീ രമേശ് ചെന്നിത്തലയാണ്. എന്താണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം പരാജിതനായിരുന്നു. എന്ത് പരാജിതൻ? അത് LDFന്റെ വിജയമായിരുന്നു, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയമായിരുന്നു. അത് അവര് നല്ല മികവാർന്ന ഭരണം കാഴ്ചവെച്ചുകൊണ്ട് അവർ ജനങ്ങൾ സ്വീകരിച്ചത്, അല്ലാണ്ട് ഇദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടോ കോൺഗ്രസിന്റെ UDFന്റെ കുഴപ്പം കൊണ്ടല്ല. മനസ്സിലായില്ലേ? ഇത്തവണ UDF ജയിക്കുന്നത് ശ്രീ VD സതീശന്റെ മികവുകൊണ്ടല്ല. ഇത്തവണത്തെ മന്ത്രിസഭ ഏറ്റവും പരാജയമായി പോയി. ഇപ്പൊ തന്നെ ഈ മന്ത്രിമാര് നോക്കുമ്പോൾ തന്നെ അറിയാം. അത് ജനങ്ങൾ അങ്ങനെ വിധി എഴുതുന്നു, അല്ലാണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രകടനം നോക്കിയിട്ടല്ല ജനം വിധി എഴുതുന്നത്. ഭരണപക്ഷം എന്ത് തന്നു, ഭരണപക്ഷം ഞങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ തന്നു, ഞങ്ങളുടെ മനസ്സിന് സംതൃപ്തി തന്നു എന്ന് നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് പ്രതിപക്ഷം എന്ത് പവർ കാണിച്ചു എന്നുള്ളതല്ല. അപ്പൊ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. പ്രതിപക്ഷ നേതാവിന്റെ കഴിവുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ പറയുന്നതൊക്കെ വെറും മണ്ടത്തരമാണത്, ചുമ്മാ പറയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഇദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതാണ് നല്ലത്. ശ്രീ VD സതീശൻ അദ്ദേഹം നല്ലൊരു വകുപ്പ്, എനിക്ക് തോന്നുന്നത് ധനകാര്യ വകുപ്പ് അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ലതായിരിക്കും. അദ്ദേഹം ഇപ്പൊ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എന്നേക്കായിട്ട് അവസാനിക്കും. ഞാൻ അടുത്ത വീഡിയോയിൽ അത് പറയാം. ഈ വീഡിയോ പറഞ്ഞ ഒരുപാട് ലെങ്ത് ആവും. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. നാളത്തെ ഇലക്ഷൻ കഴിയട്ടെ. അദ്ദേഹം അങ്ങനെ മുഖ്യമന്ത്രി ആവാൻ ഒരു ഇത് വന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എന്നേക്കായിട്ട് അവസാനിക്കും. അത് അനുയായികളും മനസ്സിലാക്കുക. ഇപ്പൊ അദ്ദേഹമല്ല, ശ്രീ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. ഏറ്റവും നല്ലൊരു വകുപ്പെടുത്ത് അദ്ദേഹം മന്ത്രിയാവണം. അദ്ദേഹം ഇതുവരെ മന്ത്രിയായിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഈ പാർട്ടി ഗ്രൂപ്പിന്റെ ഇതിൽ ബലിയാടായതാണ്. പക്ഷെ മന്ത്രിയും കൂടെ ആയിട്ട് 5 വർഷം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും. അതിന്റെ കാര്യങ്ങളാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ നമുക്ക് നാളെ കാത്തിരിക്കാം. മെയ് 4-ന് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് UDF ജയിക്കും. LDF പരാജയപ്പെടുകയല്ല, LDF ഇനി ശക്തിയോടെ തിരിച്ചു വരും, പുതിയ നേതൃത്വവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ ആർക്കും എന്നോടൊന്നും തോന്നരുത്. ഞാൻ എന്റെ ഒരു കോമൺ സെൻസ് അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അല്ലാണ്ട് ഇതിൽ രാഷ്ട്രീയമായിട്ട് എനിക്ക് ഒരു പാർട്ടിയോടുള്ള പ്രതിപത്തിയോ സ്നേഹമോ അല്ലെങ്കിൽ വിരോധമോ ഒന്നുമില്ല. എല്ലാവരും നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ നന്മകളും നേരുന്നു. ജയ് കേരള. താങ്ക് യു.